എല്ലാവർക്കും നമസ്കാരം. നാളെ നടക്കാൻ പോകുന്ന +2 അക്കൗണ്ടൻസി സേ എക്സാമിന് ഒരു ഫൈനൽ റിവിഷനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനലിലെ പ്ലേലിസ്റ്റിൽ അക്കൗണ്ടൻസി സേ 2025 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണാം. അത് നോക്കിയിട്ട് ഓരോന്നും പഠിച്ചു വെക്കേണ്ടതാണ്. ആ പ്ലേലിസ്റ്റിൽ കാണുന്ന എല്ലാ വീഡിയോസും നിർബന്ധമായും പ്രോബ്ലംസും ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്തിരിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ തിയറികൾ മാത്രമുള്ള ഒരു വീഡിയോ കാണാം. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് ഡീഡും കണ്ടൻസും, പാർട്ണർഷിപ്പ് ഡീഡും അതിൻ്റെ കണ്ടൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെ ഒരു ഫീച്ചേഴ്സ് ഇപ്പോൾ ഒരു 3 മാർക്കിന് വരെ ചോദിക്കാം. ഡീഡും ആൻഡ് ഇറ്റ്സ് കണ്ടൻസും 3 മാർക്കിന് വരെ ചോദിക്കാം. റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ് 1 വേർഡിനും ചോദിക്കാറുണ്ട്, ചില സമയത്ത് 3 മാർക്കിനും ചോദിക്കാറുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അതെല്ലാ വർഷവും ഈ 5 വർഷവും ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതും നന്നായി പഠിക്കേണ്ടതാണ്. പിന്നെ ആ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിങ്ങിൻ്റെ ഈ പ്രോബ്ലം പഠിക്കുമ്പോൾ ഫോർമാറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ ഫോർമാറ്റ് വെച്ചിട്ട് 1 വേർഡുകൾ ചോദിക്കാറുണ്ട്. മിക്ക 1 വേർഡുകൾ ഈ ഫോർമാറ്റുകളിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് എക്സാമിന് വരുന്നത്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെയും പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലങ്ങളുടെയൊക്കെ ഫോർമാറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ നമുക്ക് 1 വേർഡിനും ഉപകാരപ്പെടും. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഫീച്ചേഴ്സ്, ഡീഡ് ആൻഡ് ഇറ്റ്സ് കണ്ടൻസ്, റൂൾസ്, ഫിക്സഡ് ക്യാപിറ്റൽ ഡിഫറൻസ്, അതിൻ്റെ പ്രോബ്ലം, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ പ്രോബ്ലം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു 3 ടൈപ്പ് പ്രോബ്ലം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാം. ആ 3 ടൈപ്പും പഠിച്ചാൽ മതി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും 3 ടൈപ്പ് ഉണ്ട്. ആ 3 ടൈപ്പ് മാത്രം പഠിച്ചാൽ മതി. ഇതെല്ലാം പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. നിങ്ങളപ്പോൾ അത് നോക്കിയിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് തിയറി ആയിട്ട് പഠിക്കേണ്ടത് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. 5 മോഡ്സ് ആണുള്ളത്. അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി അതിൻ്റെ ആൻസറുകൾ കിട്ടുന്നതായിരിക്കും. പിന്നെ റൈറ്റ്സ് ഓഫ് ഇൻകമിങ് പാർട്ട്ണറിൻ്റെ 2 റൈറ്റ്സ് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ചോദിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ല്. അപ്പോൾ ഇത് മാർക്ക് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ആണെങ്കിൽ ആ പേര് മാത്രം എഴുതിയാൽ മതി. നേച്ചർ ഓഫ് ദി ബിസിനസ്, അങ്ങനെ ആ ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്, നേച്ചർ ഓഫ് ദി ബിസിനസ്, അങ്ങനെ ആ ഹെഡിങ്സ് മാത്രം എഴുതിയാൽ മതി. അതല്ല 4 മാർക്കിനൊക്കെ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. നാലാമത്തെ ന്യൂ റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അടുത്തത് 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാറുണ്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസും ജനറൽ റിസർവും. നെക്സ്റ്റ് വരുന്നതാണ് ഗുഡ് വിൽ വാല്യുവേഷൻ മെത്തേഡ്സ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ആവറേജ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, അങ്ങനെ ഒരു 5 മെത്തേഡ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് എസ് എ. നമ്മുടെ ഒരു എസ് എ ഫിക്സഡ് ആണ്. റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് തന്നെയായിരിക്കും 100% ഒരു എസ് എ എന്ന് പറയുന്നത്. റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ 8 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പഠിക്കണം. കാരണം ആ പ്രോബ്ലം നന്നായി ചെയ്ത് പഠിച്ച് നമുക്ക് 1 മാർക്ക് നഷ്ടപ്പെടാണ്ട് 8 മാർക്കാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. മറ്റൊരു എസ് എ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററുകളിൽ നിന്ന് ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു എസ് എ എന്ന് പറയുന്നത് ഇത് തന്നെ ആയതുകൊണ്ട് ഈ പ്രോബ്ലം നിങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. എസ് എ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മുടെ ചാനലിൽ ഒരു 3-4-5 പ്രോബ്ലം ചെയ്തതുണ്ട്. ആദ്യം നിങ്ങൾ റിവാലുവേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് പഠിക്കുക. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇനി സമയമില്ല, ഉള്ള സമയത്ത് നിങ്ങൾ എസ് എയുടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 3 റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഈ ചാപ്റ്ററിൽ നിന്ന് ഗെയിനിങ് റേഷ്യോൻ്റെ പ്രോബ്ലം പഠിക്കണം. അതുപോലെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസും ജനറൽ റിസർവിൻ്റെയും ജേണലിൻ്റെയും എഴുതാൻ പഠിക്കണം. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ലോസും ജനറൽ റിസർവും 4 മാർക്കിന് വരുന്നത്. ഗെയിനിങ് റേഷ്യോ 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ഇത്രയും പഠിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു എക്സിക്യൂട്ടീവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചോദിച്ചു. ഇനി അവസാന നിമിഷത്തിൽ നിങ്ങളത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ തന്നെ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ബാക്കിയെല്ലാം നന്നായി പഠിക്കുക കേട്ടോ. ലാസ്റ്റ് ചാപ്റ്റർ 4 ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്.
അതിൽ ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. മോഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് അനുസരിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഏതെങ്കിലും ബൈ കോട്ട് മുഖേനയുള്ള മോഡ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. രണ്ടാമത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ്. മൂന്നാമത്തെ എസ് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ പഠിക്കുമ്പോൾ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് പഠിക്കണ ഒരു 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പഠിക്കുക. കാരണം റിയലൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കണക്ട് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോസ് ആദ്യം കണ്ടതിന് ശേഷം ഈ 3 കൂടി ചെയ്യണത് പഠിക്കേണ്ടതാണ് കേട്ടോ. ശരിക്കും എന്ന് പറയുന്നത് എണ്ണം എന്ന് പറഞ്ഞ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് അഡ്മിഷൻ ചാപ്റ്ററിൽ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ഇത് നമുക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചില കൊല്ലങ്ങളിൽ മാറ്റി വരാറുമുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട, ഇത് പഠിച്ചിരിക്കണം. ഒന്നില്ലെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രമായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല. അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അപ്പം എല്ലാവരും നന്നായി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.